പരദേവതകളെ പ്രീതിപ്പെടുത്തിയാൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കുമെന്നാണ് വിശ്വാസം. പാരമ്പര്യമായി തന്നെ കുടുംബത്തിൽ വച്ചാശ്രയമായി കൊടിയിരുത്തി ആരാധിക്കുന്ന ദേവതാ സങ്കല്പങ്ങളാണ് ധർമ്മദേവത, പരദേവത, കുലദേവത എന്നൊക്കെ പറയുന്നത്. പരദേവതയ്ക്കായി മുമ്പ് കുടുംബങ്ങളോട് ചേർന്ന് ചെറിയ ക്ഷേത്രമോ തറയോ ഒക്കെ നിർത്തിയിരുന്നു. കൂടാതെ തറവാട് വീടുകളിൽ പൂജാമുറിയിൽ പരദേവതയ്ക്കായി ഒരു സ്ഥാനം കൽപ്പിച്ചു നൽകിയിരുന്നു. എന്നാൽ ഇന്ന് പല ശാഖകളിൽ പിരിഞ്ഞു പോയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് തങ്ങളുടെ കുടുംബക്ഷേത്രമോ പരദേവതയോ സംബന്ധിച്ച് അറിയണമെന്നില്ല. പരദേവതകൾക്ക് വീട്ടിലൊരു സ്ഥാനം നൽകി വേണ്ട വിധം ആരാധിച്ചാൽ നാളിതുവരെ അനുഭവിച്ചിരുന്ന രോഗങ്ങൾ, കടങ്ങൾ, ശത്രുക്കൾ തുടങ്ങിയ ദുരിതങ്ങളിൽ നിന്നും നിർഭാഗ്യങ്ങളിൽ നിന്നുമൊക്കെ മുക്തി ലഭിക്കും. ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ളവരുടെ വീടുകളിലെല്ലാം പൂജാമുറികൾക്ക് സ്ഥാനം നൽകാറുണ്ട്. അതിനാൽ ഈ പൂജാമുറികളിൽ പരദേവതകൾക്ക് കൂടി ഒരു സ്ഥാനം നൽകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പരദേവതയെ ആരാധിക്കുന്നത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തത്തോടെ വീണ്ടും ആരാധന ആരംഭിക്കാവുന്നതാണ്. പൂർവികർ വച്ചാരാധിച്ചിരുന്ന ദേവതാ സങ്കല്പങ്ങൾ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അത് പിന്തുടരണം. അതിന് കഴിയാത്തവർ അതിന് പ്രത്യേക ആലയം നൽകി വാർഷികമായി പൂജകൾ നൽകാം. അതിനും സാധിക്കുന്നില്ലെങ്കിൽ ആ ദേവതാ ചൈതന്യത്തെ യഥാസ്ഥാനത്തേക്ക് ലയിപ്പിക്കണം. പക്ഷേ ഇത് എല്ലാ ചൈതന്യങ്ങൾക്കും സാധിക്കില്ല. ചില കുടുംബങ്ങളിൽ ദേവതകളെ ഉപാസന അഥവാ സേവയായും ആരാധനയായും ആചരിക്കാറുണ്ട്. പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ആരാധന മാത്രമാണ്. എന്നാൽ ചില പ്രത്യേക മന്ത്രങ്ങൾ കൊണ്ടുള്ള ഉപാസനകൾ ഉള്ള ചൈതന്യങ്ങൾക്ക് പിൻതലമുറകൾ കൂടി അത് തുടരണം. ഇല്ലെങ്കിൽ ആ ദേവതാ സങ്കല്പത്തിൻ്റെ അനുഗ്രഹത്തിനു പകരം ദോഷങ്ങളാവും ഭവിക്കുക. പരദേവതകൾക്ക് പൂജാമുറിയുടെ ഈശാനകോൺ അഥവാ വടക്ക് കിഴക്ക്, കന്നിക്കോൺ അഥവാ തെക്ക് പടിഞ്ഞാറ് ഇതെല്ലാം നല്ല സ്ഥാനങ്ങളാണ്. നിലവിളക്ക് വയ്ക്കുന്നത് ഒരു തട്ടിലോ പീഠത്തിലോ ആയാൽ വളരെ ഉത്തമമായിരിക്കും. സാധാരണ നിലവിളക്കിൽ 5 തിരിയിട്ട് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമം. കിഴക്കും പടിഞ്ഞാറുമായി 2 തിരിയിട്ടും പ്രാർത്ഥന നടത്താം. പരദേവതയെ നിത്യവും ഭജിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും വന്നു ഭവിക്കും. പരദേവതകളെ ഭജിക്കുന്നവർ ഉപാസനകൾ നടത്തുമ്പോൾ പിൻതലമുറകൾക്ക് കൂടി അത് നടത്താൻ സാധിക്കുമോ എന്ന് ശ്രദ്ധിക്കണം. ഉപാസന മുടങ്ങിയാൽ കുടുംബത്ത് ദോഷകരമായി ഭവിക്കും. പല കുടുംബങ്ങളുടെയും ദോഷകാരണമായി കാണുന്നത് ഉപാസനാമൂർത്തികൾക്കുള്ള അനുഷ്ഠാനങ്ങൾ മുടങ്ങുന്നതാണ്. പരദേവതയെ ആരാധിക്കുന്നത് അതിൻ്റെ ഹിതമനുസരിച്ച് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താവണം. അല്ലെങ്കിൽ തലമുറകളോളം ആ ദോഷം ബാധിക്കും. ക്ഷേത്രസങ്കല്പമായോ തറ കെട്ടിയോ പൂജാമുറിയിലെ വച്ചാശ്രയമായോ ഒക്കെ പരദേവതകൾക്ക് സ്ഥാനം നൽകി ആരാധിക്കാം. പരദേവതയുടെ അനുഗ്രഹം എല്ലാ തരത്തിലും ഗുണഫലങ്ങൾ നൽകും. അപ്രീതി തലമുറകളോളം ബാധിക്കുന്ന ശാപമാകും എന്നതോർക്കുക.